ഹലോ ഗൈസ്, അപ്പോഴത്തേ നമ്മൾ ഇന്ന് തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ ഈ ശക്തൻ്റെ അടുത്തുള്ള ആകാശപാതയുടെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിത് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ആകാശപാതയിലേക്കുള്ള ചവിട്ടിപ്പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കയറി ഏകദേശം ഒരു മുകളിലെത്തി, പക്ഷേ പ്രിയ എത്തിയിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും പ്രിയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പ്രിയ പതുക്കെ കയറി വരുന്നുണ്ട്. അപ്പം മുകളൊക്കെ നോക്കിയാൽ കാണാം, നല്ല അടിപൊളി സ്റ്റീൽ ബ്രിഡ്ജാണ് ഈ പെണ്ണുതേക്കണത്. നല്ല ഇരുമ്പ് കൊണ്ടൊക്കെ അടിപൊളിയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്. മുകളിലൊക്കെ നന്നായിട്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറുമ്പോ ഒരു എയർ കട്ടർ ഉണ്ട്. ആ എയർ കട്ടർ കടന്നു വരുമ്പോ ഉള്ളിലൊക്കെ നേരിയ ചൂടാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ വന്ന ദിവസം കടുത്ത ചൂടായിരുന്നു. ആ ചൂടിന്റെ ഇടയിൽ കൂടി നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിന്റെ ഇടയിൽ കൂടി ഒക്കെ പോകുമ്പോൾ നമുക്ക് ശരീരമൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഈ ആകാശപാതയിലൂടെ വരുമ്പോൾ നേരിയൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റൂട്ടോ. ഇത് വലിയൊരു റൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഭയങ്കര സമയം എടുക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്കേ കോട്ടയിലേക്ക്, അതായത് നമ്മുടെ ശക്തന്റെ ആ ഭാഗത്ത് നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്ന ആ ഒരു മനോരമ ജംഗ്ഷനിലേക്കുള്ള റോഡാണ്. ഇതാണ് നമ്മുടെ റൗണ്ട്. ഈ റൗണ്ട് ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി. ഇത്രയും വണ്ടികളൊക്കെ വരുന്ന കാരണം റൗണ്ട് കെയർഫുൾ ആയിട്ട് ക്രോസ് ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാകാം. അതുപോലെ തന്നെ ഇത്രയും വെയിലൊക്കെ കൊണ്ട് ക്രോസ് ചെയ്യണം. ഇത് ഫിഷ് മാർക്കറ്റിലേക്കുള്ള വഴിയാണ്. എല്ലാ വഴിയുടെ ഭാഗത്തും ഇങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, എങ്ങോട്ടുള്ള വഴിയാണെന്നുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നിലമൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് നിലമാണ്, നല്ല ടൈലാണ് യൂസ് ചെയ്തേക്കണത്. ഈ കാണുന്നത് നമ്മുടെ കുരിയച്ചിറ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. വീണ്ടും നമ്മുടെ ഉള്ളിലുള്ള ആ ജംഗ്ഷനാണ് കാണിക്കണം. അപ്പം ഞാനും പ്രിയയും കൂടി ആദ്യമായിട്ടാണ് കയറുന്നത്. പല പ്രാവശ്യം ഇത് പണിത് കഴിഞ്ഞിട്ട് ഇതിന്റെ അടി കൂടിയൊക്കെ പോയെങ്കിലും ഇതിനുള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ വണ്ടി ഒന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറിയതാണ്. ദേ അവിടെ എ സിക്കുള്ള ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ എ സി അങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്തില്ല. ഇപ്പൊ ദേ ഈ കാണുന്നത് ശക്തൻ ഗ്രൗണ്ട് ആണ്. അവിടെ നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള എക്സിബിഷനും അതുപോലെ തന്നെ പ്രദർശനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കണം. നല്ല ഉച്ച വെയിലാണ് കേട്ടോ, നല്ല കിടിലൻ വെയിലാണ്. അപ്പൊ ആ വെയിലത്താണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറിയത്. ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഉള്ളിൽ എ സി ഉണ്ടെന്നാണ്. എ സി ഇല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും എന്നും പ്രതീക്ഷിച്ചു. പക്ഷേ ഈ വെയിലത്ത് ശരിക്കും നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നാൽ ശരിക്കും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയണമെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നങ്ങളില്ല. മുകളിലൊക്കെ ഈ സീലിംഗ് ഒക്കെ ഉണ്ട്, എ സിയുടെ ഇതൊക്കെ ഇട്ടേക്കണതൊക്കെ നമുക്ക് കാണാം. നല്ല സീലിംഗ് ആണ് ചെയ്തേക്കണത്, നല്ല നീറ്റായിട്ടുള്ള വർക്ക് തന്നെയാണ് ചെയ്തേക്കണത്. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അയൺ ആണ് ഉപയോഗിച്ചേക്കണത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പൊട്ടി വീഴൊന്നുമില്ല. പിന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനും കയറാനും പടികളും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറിയത് പടികൾ ഉപയോഗിച്ചാണെങ്കിൽ ഇറങ്ങുന്നത് ലിഫ്റ്റ് ഉപയോഗിച്ചാണ്. നിമിഷ നേരം കൊണ്ട് നമുക്ക് താഴത്തെത്തി പോകാം. അപ്പോൾ ഇതാണ് ആകാശപാത. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക്